നമ്മുടെ ഇത് കാണുന്ന പലരും വളരെ കുറച്ച് പേരാണ് എന്റർപ്രണേഴ്സ് ഉണ്ടാവുള്ളൂ. മിക്കവാറും എംപ്ലോയീസ് ആയിരിക്കും. എംപ്ലോയീസ് സംരംഭകരെ പറ്റി ചെയ്യുന്ന കാണുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ്? സെൽഫ് സെന്റേർഡാ. എനിക്ക് വേണ്ടി അവര് ചെയ്യുന്ന അവർക്ക് വേണ്ടിയാന്നുള്ള ചിന്തയാണ് സത്യം. ഇപ്പൊ വെന്യൂ നമ്മളൊരു ബിസിനസ്സുകാരനെ കാണുമ്പോൾ ഇയാൾക്ക് കുറെ കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മനുഷ്യനാണെന്നാണ് അവരുടെ ചിന്ത. വാട്ട് ഹി ഗോസ് ത്രൂ, because I never started business to make money. I started my business to looking at a problem. ആർക്ക് വേണമെങ്കിലും ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റും ഇഫ് ഹി സ്റ്റാർട്ട്സ് ലുക്കിംഗ് ഫോർ പ്രോബ്ലം ആൻഡ് യു വാണ്ട് ടു സോൾവ് ഇറ്റ്. അതിന്റെ എത്ര വാല്യൂ ഉണ്ട്, അതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാശ്. The value that you create. അപ്പോൾ if you are able to assess that and put a value to it, and if you are able to sell it, you become a businessman. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ വെറുതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല. യു ക്യാൻ പ്രോബ്ലി അത് ട്രാൻസാക്ഷനിലാണ്. ഒരെണ്ണത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കി, പക്ഷെ സസ്റ്റൈനബിൾ ആണ്ടേ. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് വൺ ഇസ് സോൾവിങ് എ പ്രോബ്ലം, സെക്കൻഡ് ഇസ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ടു പീപ്പിൾ, മേക്കിംഗ് ദെയർ ഫാമിലീസ് ഹാപ്പി, ആൻഡ് ഇത് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് മോഡിൽ അല്ലെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യില്ല. ട്രാൻസാക്ഷൻ നമ്മളൊരു ട്രേഡർ പോലെ ആയിപ്പോ, വിറ്റു കാശ് മേടിച്ചു സാധനം കഴിഞ്ഞു, എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലോ നിങ്ങളായിട്ട്. നിങ്ങൾ മേടിച്ചു സാധനം മേടിച്ചു, വല്ലവൻ്റെ സാധനമായിരിക്കും മേടിച്ചു, അവരോട് പോയി ചോദിക്കുക സർവീസിന്. അത്രേ ഉള്ളൂ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്? വെറസ് നമ്മൾ ഇതുപോലൊരു പ്രോഡക്റ്റ് കമ്പനി ആകുമ്പോൾ ലൈഫ് ലോങ് കമ്മിറ്റഡ് ആണ് കസ്റ്റമറായിട്ട്. സോ അതുകൊണ്ട് എന്താ, ഞങ്ങൾക്ക് 98% കസ്റ്റമേഴ്സ് ഹാവ് സ്റ്റേഡ് വിത്ത് us. We have not lost any, very few customers. And we are very serious. ഒരു കസ്റ്റമർ വിട്ടുപോയാൽ എന്തുകൊണ്ടാണ്, അവർ പുള്ളിക്ക് വാല്യൂ കിട്ടാഞ്ഞിട്ടാണോ, നമ്മുടെ സർവീസ് മോശമായിട്ടാണോ, വി ടേക്ക് ഇറ്റ് വെരി വെരി സീരിയസ്ലി. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് എ കസ്റ്റമർ ടു ലീവ് us ബിക്കോസ് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്, ഓർ നമ്മുടെ പ്രോഡക്റ്റ് മോശമായിട്ടാണോ. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ എന്ത് ബിസിനസ് ആണെങ്കിലും അതല്ലേ. ഒരു കടയിൽ ഒരാൾ വന്നാലും ആ പുള്ളിക്ക് കിട്ടാനുള്ള കിട്ടിയില്ല, അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് നമ്മൾ യു ലൂസ് കസ്റ്റമേഴ്സ്. How did that change you becoming an entrepreneur as a person? Nothing has changed. I have been always the same person. Because you have never been anything other than an entrepreneur. അതെ അതൊന്ന്. സെക്കൻഡ് തിങ് ഇസ് ഓൾസോ, ഞാൻ പറഞ്ഞല്ലേ, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ജസ്റ്റ് എ റിലേഷൻഷിപ്പ്. നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു, അയാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഇസ് ബിസിനസ് ഇസ് ഡൺ ബിറ്റ്വീൻ പീപ്പിൾ. ആ റിലേഷൻഷിപ്പാണ് എല്ലാം. അപ്പോൾ പുള്ളിക്ക് ഞാനൊരു സാധനം വിറ്റു, പുള്ളിയുടെ നിന്ന് കാശ് മേടിച്ചു, പുള്ളിക്ക് വാല്യൂ കൊടുക്കണമെന്ന് എൻ്റെ നെസസിറ്റിയാണ്. അപ്പോൾ ആസ് ലോങ് ആസ്, പക്ഷേ നമ്മൾ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയീസിനെ യു ഹാവ് ടു ട്രീറ്റ് ദം വെൽ, ബട്ട് യു ഓൾസോ ഹാവ് ടു ബി ടഫ് വിത്ത് ദം. അപ്പോൾ അങ്ങനെ ഒരു, I mean, just like you run a family, you know, sometimes you have to be a tough dad, sometimes you have to be a good dad. Tough love. Angane you run your organization, but ultimately you have your compassion for your people. That is why we make sure that everybody gets paid on time, because you're compassionate about their families. But as long as you're able to balance that, ultimately you're in a world where there are lot of options. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് peace and happiness. That is by giving or taking. You know, so as long as you are എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇന്ന് ടെക്നോളജി ആണ് ഒരു മേജർ ഫാക്ടർ. എന്ത് കാര്യവും നമ്മുടെ ഇൻഹറൻ്റ്ലി നമുക്കൊരു ബിലീഫ് ഉണ്ട്, ഒരു ബിലീഫ് സിസ്റ്റം, ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ ടു ഗിവ് എൻ എക്സാമ്പിൾ, ഐ കം ഫ്രം എൻ എക്സ്ട്രീംലി ഓർത്തഡോക്സ് ഫാമിലി. എല്ലാ കാര്യവും മോണിറ്റർ ചെയ്ത് സൺഡേ സ്കൂളിലും പഠിപ്പിച്ച് ഫുൾ ടൈം ഇങ്ങനെ പാരൻസ് ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ കൊണ്ടുവന്ന ആളാണ് ഞാൻ. ആ എൻജിനീയറിങ് കോളേജിൽ പോയപ്പോഴാണ് എനിക്കൊരു എൻ്റെ കംപ്ലീറ്റ്ലി ആ മാമാസ് ബോയ് എന്നൊരു മാൻ ആയത്. അവിടെ പോയിട്ട് ഞാൻ ഇത്രയും വെറൈറ്റി ഓഫ് ആൾക്കാർ, എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഇത്രയും വെറൈറ്റി ഓഫ് ആൾക്കാർ, ഇപ്പം എൻ്റെ മെൻ്റൽ തിങ്കിങ് മാറി. Now I see human being as human being. I cannot see anything other than that, because ഓരോരുത്തരായിട്ട് ജീവിച്ചപ്പോൾ ultimately everybody is such a fantastic person. അപ്പോൾ നമ്മുടെ who are you around with? That is the bottom line. അപ്പോൾ your thought process can completely change. ഇപ്പം ഞാനൊരു ഭയങ്കര
എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ജീവിച്ച മനുഷ്യനായിരുന്നു ടിൽ കോവിഡ്. അത് കഴിഞ്ഞ് ഐ ഹാവ് മൈ മദർ വിത്ത് മീ വാസ് 93 years old now. ഇപ്പോൾ പുള്ളിക്കാരത്തി പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പള്ളി പോക്ക് നിർത്തി. ഐ വിൽ ടെൽ യു, ഞാൻ പള്ളി പോക്ക് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ സോഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. ബിക്കോസ് ഐ വാസ് ഗോയിങ് ടു ദ ചർച്ച് ഫോർ മീ, നൗ ഐ ഡു തിങ്സ് ഫോർ അതേഴ്സ്. അപ്പോൾ അത് ആ സിറ്റുവേഷനാണ്, മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഐ ആം എ ബിലീവർ ഓഫ് ഗോഡ്. Once in a while I go to church. I don't do that as a because I have to go. ഞാൻ പോകേണ്ട സമയത്ത് പള്ളിയിൽ പോകും. പക്ഷെ ഐ എം മോർ ഇൻട്രസ്റ്റഡ് വാട്ട് ക്യാൻ ഐ ഗിവ് ദ സൊസൈറ്റി വിച്ച് വിൽ ഹെൽപ്പ് ദ സൊസൈറ്റി. ദാറ്റ് ഈസ് മൈ തോട്ട് പ്രോസസ്. സോ വാട്ട് എവർ ഐ ഡു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഈസ് കണക്റ്റഡ് ടു ഐ വോണ്ട് ടു ഷെയർ മൈ ലവ് ഫോർ അതേഴ്സ്. ഐ ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളൊരു തിങ്കിങ് ആയി. നേരത്തെ സംസാരിച്ചിരുന്നല്ലോ ഒരു അഗ്രോ റിലേറ്റഡ് പരിപാടികളെല്ലാം, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സോ 2000 വരെ ഞാൻ ഈ ബിസിനസ് ഈ 6 ഗ്ലോബലി 6 സ്ഥലത്താണ് ഞങ്ങളുടെ ഓഫീസ്. ഞാനൊരു 15 ദിവസം യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് കോവിഡിന് മുമ്പ്. ബിക്കോസ് ഈ കസ്റ്റമർ കിട്ടുന്നത് റിലേഷൻഷിപ്പിനാണ്. നമ്മുടെ സൈസ് ഓഫ് ദ കമ്പനി കാണിച്ചതൊന്നും ബിസിനസ് കിട്ടും. ആടെ റിലേഷൻഷിപ്പ് കാരണമാണ് ബിസിനസ് കിട്ടിയത്. 2000 കോവിഡിൽ യാത്ര നിന്നു. അതോടെ 36 മാസം ഞാൻ യാത്ര ചെയ്തില്ല. പിന്നെ എല്ലാം ഓൺലൈനായി. പിന്നെ കണ്ടമാനം സമയം കിട്ടി. അപ്പോഴാണ് എനിക്ക് ചിന്തിക്കാൻ തോന്നിയത് വാട്ട് ക്യാൻ ഐ ഡു. അപ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ ഇനീഷ്യേഷനാണ് നമുക്ക് വി ഷുഡ് സ്റ്റഡി ഫാമിങ്. നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തി പോയി, അവിടെ പോയി പച്ചക്കറി, അവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു ചെറിയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി സെയിങ് ദാറ്റ് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിച്ചു. ബിക്കോസ് ഞാനൊരു ഡൂവർ ചെയ്ത് പഠിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊരു സ്ഥലം മേടിച്ചു. ഞാൻ ആദ്യം എൻ്റെ വീടിന് ചുറ്റും നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് വെയിൽ പോരാ. ഞാൻ ആലുവയിൽ ഒരു സ്ഥലം മേടിച്ച് 2 അഗ്രികൾച്ചർ പഠിച്ച പിള്ളേരെ എടുത്തു, ഫാമിങ് ചെയ്യാൻ തുടങ്ങി. ആ ഫാമിങ് ചെയ്തപ്പോൾ ഇവർ പറയണ പോലെ ചെയ്തിട്ട് നമ്മളൊരു സയൻറ്റിഫിക് തിങ്കിങ് ആയതുകൊണ്ട് ചാണകം ഇട്ട് ഇങ്ങനെ ഇട്ടാൽ ഇത്രയും ഈൽഡ് കിട്ടും, ഇത് കിട്ടുമെന്ന് ഒരു പ്രാവശ്യം കിട്ടും, അടുത്ത പ്രാവശ്യം കിട്ടൂല. അതോടെ എനിക്ക് ഇതിൻ്റെ ലോജിക്ക് കണക്ഷൻ വരുന്നില്ല, എന്തുകൊണ്ട് അത് വരുന്നില്ല എന്നായി. അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് ബിക്കോസ് എനിക്ക് ട്രാവൽ ഇല്ലല്ലോ, ബിസിനസ് എവിടുന്നും ചെയ്യാമല്ലോ ഇപ്പോൾ. അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പുറകെ റിസർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലായി സെയിങ് ദാറ്റ് സോയിലിൽ ഫാം ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് റിപ്ലിക്കേറ്റബിൾ സോ ഈസിലി. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചു ഒരു കമ്പനി തുടങ്ങണം, കോൾ ഗ്രോ യുവർ ഓൺ ഫുഡ്. ബാക്കിയുള്ളവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. വേർ മൈ വൈഫ് ഇസ് ഫുള്ളി ആക്റ്റീവ്. ഇതിൽ നിന്ന് മനസ്സിലായി സെയിങ് ദാറ്റ് സോയിലിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വാട്ടറിലോ ചെയ്യാൻ തുടങ്ങി. വെള്ളം എല്ലായിടത്തും എനിക്ക് മെഷർ ചെയ്തെടുക്കാം, എത്ര TDS ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ചെടി വളർത്താം. അപ്പോൾ ഒരു 4 year പീരീഡ് കൊണ്ട് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെയിലുണ്ടെങ്കിൽ ചെടി വളർത്താം വിത്ത് ജസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് വാട്ടർ. അപ്പോൾ അതിൻ്റെ ഹൈഡ്രോപോണിക്സ്, അതിൻ്റെ കംപ്ലീറ്റ് സയൻസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. നിങ്ങളുടെ ബാൽക്കണിയിൽ നിങ്ങൾക്ക് 36 ചെടി 4 square feet ചെയ്യാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ചെയ്തത്. 20 സ്റ്റേറ്റ്സിൽ നിന്ന് അക്രോസ് ദ കൺട്രി ആമസോണിൽ അത് വിൽക്കാൻ തുടങ്ങി, ആൾക്കാർ മേടിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല, കൂടുതൽ ആൾക്കാർ മേടിക്കുന്നില്ല. എങ്ങനെ കൂടുതൽ സാധനം മേടിക്കണമെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത് ഹാപ്പി ആണെന്ന് പറഞ്ഞാലല്ലേ മേടിക്കുള്ളൂ. ആൾക്കാർ 3-4 സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് തീർന്നു. ബിക്കോസ് ഇതിനെ ഒരു പെറ്റ് പോലെ നോക്കണം പച്ചക്കറീനെ. അല്ലെങ്കിൽ അവർ ടൂറിന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു, അതോടെ ഒരു ഡിസൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കൂല, ബിക്കോസ് ഇതൊരു സ്കെയിൽ ചെയ്യാൻ പറ്റൂല. പിന്നെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം ഉണ്ടാക്കി സ്കൂൾസിൽ പച്ചക്കറി കൃഷി പഠിപ്പിക്കാൻ. അങ്ങനെ ഇവിടെ 6 സ്കൂൾസിൽ അവരുടെ കോഴ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു പച്ചക്കറി കൃഷി. അങ്ങനെ ഒരു ലിറ്റിൽ ഫാമേഴ്സ് പ്രോഗ്രാം എന്നും പറഞ്ഞ് അവരെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്, പച്ചക്കറി കൃഷി ആൻഡ് ഈ ഹൈഡ്രോപോണിക്സ് ഇതങ്ങ് അവരെ പഠിപ്പിച്ച ഒരു കോഴ്സാക്കി. സോ ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ലേണിംഗ്. സോ ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. അപ്പോൾ അത് ഗ്രോ യുവർ ഓൺ ഫുഡ്
അങ്ങനെ ഒരു ഇതിലെത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിത് ഗ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടായി. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് കണ്ടിന്യൂയിങ് ടു ഗ്രോ വെജിറ്റബിൾസ്. അപ്പോൾ പുറത്തുനിന്ന് സാധനം മേടിച്ചുകൂടെ, എന്തിനാ ഇത് കിടന്ന് കഷ്ടപ്പെടുന്ന വിചാരിച്ച്. അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത്, അൺലെസ് പീപ്പിൾ മേക്ക് മണി സസ്റ്റെയിൻ ചെയ്യില്ല. പച്ചക്കറിയിൽ എന്തോരം കാശുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പച്ചക്കറിയുടെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഫിഷിൽ നിന്ന്, ഇപ്പോൾ ഫിഷിൻ്റെ ന്യൂട്രിയൻസ് പച്ചക്കറിക്ക് കൊടുത്താൽ അത് ഓർഗാനിക്കായി 100%. അങ്ങനെ ഫിഷിനെ ഇൻട്രൊഡ്യൂസ്, അങ്ങനെ അത് അക്വാപോണിക്സ് ആക്കി. ഈ ഫിഷിനെ നമുക്ക് വിൽക്കാൻ പറ്റും ഒരു നല്ല പ്രൈസിൽ. ഇപ്പം ഇവർ ഫിഷും പച്ചക്കറിയും കൂടെ വിറ്റാൽ ഇവരത് ആ ബിസിനസ് കൊണ്ടു നടക്കും, അല്ലെങ്കിൽ ദിസ് വിൽ ഡൈ. ഇപ്പോൾ നമ്മളത്, അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു ഫാർമർ കാശുണ്ടാക്കണമെങ്കിൽ ആ ഫാർമർ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് വിറ്റിരിക്കണം. അതിന് കാശ് കിട്ടിയാലേ ഫാർമർ കാശുണ്ടാവും. ഈ ഫാർമറിന് മാർക്കറ്റിംഗ് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഇടനിലന്തക്കാരനാണ് ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഈ ഫിഷിനെ ഒരു പ്രോഡക്റ്റ് ആക്കി ഒരു എൻഡ് കസ്റ്റമറിന് ഹൈ വാല്യൂവിൽ വിൽക്കുക. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്, ഹൈ ക്വാളിറ്റി ടേസ്റ്റി ഫിഷ് കിട്ടിയാൽ അവർ മേടിക്കും. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് ആക്കി, പ്രൈം ഫിഷ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പോൾ അത് ആ നല്ല പ്രൈസിൽ വിൽക്കുന്നുണ്ട്, ഫാർമർ വിൽ മേക്ക് മണി. അങ്ങനെ എൻഡ് ടു എൻഡ് ആക്കി ഫിഷ് പ്രൊഡക്ഷൻ, വെജിറ്റബിൾ പ്രൊഡക്ഷൻ. We will take the fish, process it, pack it and deliver it to customer as a high quality product. പക്ഷേ ഇതൊരു ജാപ്പനീസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫിഷിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച്, ഇക്കജിമ എന്ന് പറയുന്നത്, സോ ദാറ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫിഷ് ഇസ്, ആ വെള്ളത്തിൽ കിടക്കുന്ന ഫിഷിൻ്റെ സെയിം ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേറ്റ് കിട്ടും. അപ്പോൾ ആ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ സ്റ്റഡി ചെയ്ത് ഇപ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ് പ്രോഡക്റ്റായി. ഇപ്പോൾ നമ്മുടെ പ്ലാന്, വി വോണ്ട് ടു സെറ്റ് അപ്പ് 100 farms and 100 farmers. And we will buy the fish. We will sell the fish. The farmer makes money. And we can create jobs for few people who have to manage that, because it completely scientifically ചെയ്യുന്ന സാധനം ഇതാണ്. ഫുള്ളി ക്ലൈമറ്റ് റെസിലിയൻ്റ്. ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഫാം സെറ്റപ്പ് ചെയ്യാം. ബിക്കോസ് ഇതിൻ്റെ വാട്ടർ 100% റീസൈക്കിൾഡാണ്. സോ നമുക്ക് കായൽ തീരവും കടൽ തീരവും ഒന്നും വേണ്ട. ഒരു എവിടെയെങ്കിലും ഒരു കിണറുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഫാം സെറ്റപ്പ് ചെയ്യാം. ഇത് റൂഫിൽ കവേർഡ് ആണ്. അപ്പോൾ എത്ര മഴ പെയ്താലും വെയിൽ വന്നാലും ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പം നമ്മൾ 4 farms ഓൾറെഡി സെറ്റപ്പ് ചെയ്തു. വി ആർ ഇൻറ്റൻറ്റിങ് ടു സെറ്റപ്പ് 100 farms. സോ ദ ഐഡിയ ഈസ് കോമൺ മാൻ ഷുഡ് ബി ഏബിൾ ടു ഫാം, സോ ദേ പ്രൊഡ്യൂസ് ഗുഡ് ഫുഡ്. And we will ensure that our process ചെയ്ത ഫിഷ് and vegetable can be delivered to the end customer. നമുക്ക് ഇൻ്റർമീഡിയറ്ററി ഇല്ല, ഡയറക്റ്റ് ടു കസ്റ്റമർ ആയിരിക്കും. അതെല്ലാം ടെക്നോളജി എനേബിൾഡാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ആപ്പും പ്രോസസ്സും ആക്കി. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും. ബിക്കോസ് വി ക്യാൻ ട്രെയിൻ വിമൻ, ഒരു കെമിസ്ട്രി പഠിച്ചതും ബോട്ടണി പഠിച്ചതും, അവർക്ക് ഈ ഫാമിൽ ഫാം മാനേജ് ചെയ്യാൻ ഉള്ള ആൾക്കാരുമായി. പ്ലസ് വിൽ ക്രിയേറ്റ് മണി ഫോർ ദ ഫാർമർ. ഇതാണ്. അപ്പോൾ ഈ സാധനം ഇവോൾവ് ചെയ്തത് അങ്ങനെയാണ്. ഈ സ്റ്റാർട്ടഡ് വിത്ത് ബേസിക് വെജിറ്റബിൾസ്, ആരും ചെയ്യുന്നില്ല, അതിനെ സെറ്റപ്പ് ചെയ്തു, ഹൈഡ്രോപോണിക്സ് ചെയ്തു, ഹൈഡ്രോപോണിക്സ് നിന്ന് അക്വപോണിക്സ് ആയി. ഫൈനലി മാർക്കറ്റിംഗ് ഇല്ലാണ്ട് സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും വെബ്സൈറ്റോ എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ പ്രൈം ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. സോ അതിൻ്റെ അത് ഗ്രോ യുവർ ഓൺ ഫുഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതൊരു എവല്യൂഷനായിരുന്നു 6 കൊല്ലം. അപ്പോൾ ഇത് ഫോർച്ചുനേറ്റ്ലി റെഞ്ചിൻ്റെ ഒരു CSR ആയിട്ടാണ് തുടങ്ങിയത്. ഇതിന് വി ഹവ് ഇൻവെസ്റ്റഡ് എ ലോട്ട് ഓഫ് മണി. ബിക്കോസ് ഇത് എല്ലാ സാധനവും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കില്ല. സോ എവറി റിസർച്ചും ബിക്കോസ് ദിസ് കംപ്ലീറ്റ് തിങ് ഇസ് സയൻസ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ 2020 ഇത് വന്നപ്പോൾ ഞാൻ വൺ ഓഫ് ദ ഏരിയാസ് ദാറ്റ് ഐ തോട്ട് ഇസ് ഗോയിങ് ടു ബി അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഇസ് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് 3 ഫ്ലഡ് 2018 19 20 അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാൻ? ആൻഡ് പ്ലസ് നമ്മുടെ ഒരു
എപ്പോഴും ഇഷ്യൂ വരുന്ന മുല്ലപ്പെരിയാറും ഉണ്ട് നമ്മുടെ തലയിൽ. യുനോ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാനൊരു സ്ഥലം കായൽ തീരത്ത് മേടിച്ചു. അപ്പോൾ അവിടെ ഒരു വീട് പണിതപ്പോൾ ഞാൻ എൻ്റെ വീട് റിനോവേറ്റ് ചെയ്തപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ഭയങ്കര ലേബർ ഇൻറ്റൻസീവാണ്. ഞാൻ കണ്ടമാനം സമയമെടുക്കും. പ്ലസ് നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്നത് ക്ലൈമറ്റ് റെസിലിയൻ്റ് അല്ല. അപ്പോൾ ഐ ലുക്ക് ഫോർ ടെക്നോളജി യുനോ ആസ് എൻ എൻജിനീയർ. ബേസിക് ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം തന്നെ വാൾസ് എല്ലാം നമ്മൾ ഇൻസുലേറ്റ് ചെയ്യണം, സോ ദാറ്റ് ചൂട് പുറത്തുനിന്ന് അടിക്കരുത്. അപ്പോൾ അതിനു വേണ്ടി നോക്കി നടന്ന് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. ഒരു ഇറ്റാലിയൻ ടെക്നോളജി ഉണ്ട്, വിച്ച് ഇസ് യുനോ EPS പാനൽ എന്ന് പറഞ്ഞ സാധനം. അത് വെച്ചിട്ട് ഞാനൊരു വീട് ലാൻഡിൽ പണിതു. അവിടെ അത്രയും ലാൻഡിലെ പറ്റിയുള്ളൂ. ആ വീട് എന്താ ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി ക്ലൈമറ്റ് റെസിസ്റ്റൻ്റ്, എത്ര വിൻഡ് വന്നോ എല്ലാം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസുലേറ്റഡ് ഹൗസാണ്. ബിക്കോസ് അതിൻ്റെ അകത്ത് തെർമോക്കോൾ സാൻഡ്വിച്ച് ചെയ്തേക്കാം. അപ്പോൾ ഹീറ്റ് വരുത്തുന്നു. ഇപ്പോൾ വേഗം എത്ര ചൂട് വന്നാലും അവിടെ നമുക്ക് തണുപ്പായിരിക്കും ബിക്കോസ് ഓഫ് ദിസ് ക്ലൈമറ്റ് റെസിലിയൻസ്. അതുപോലെ തന്നെ ആ സ്ഥലം മേടിച്ചതിൻ്റെ അടുത്തൊരു കായലുണ്ടായിരുന്നു. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് ഉണ്ടാക്കി. സോ ദാറ്റ് നോഹയുടെ പട്ടകം പോലെ നാളെ എത്ര മഴ പെയ്താലും ഈ സാധനം പൊങ്ങുള്ളൂ. അപ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്, പൊങ്ങിക്കിടക്കുക. ഏറ്റം വരുമ്പോൾ പൊങ്ങും, അവിടെ തന്നെ ഇട്ടേക്കുക. അത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ബിസിനസ് തുടങ്ങാനല്ല. ആസ് എൻ എൻജിനീയർ ഐ ഫെൽറ്റ് ദാറ്റ് വി ഷുഡ് ബിൽഡ് എ ഹൗസ് വിച്ച് ഇസ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ആൻഡ് ഓൾസോ എ ഹൗസ് ദാറ്റ് ഇസ് കോൾഡ്, ഇതിന് പറയുന്ന ആംഫിബിയസ് ഹൗസ് എന്ന്. മഴ പെയ്താലും എത്ര വെള്ളം പൊങ്ങിയാലും ഇതപ്പോൾ അതിനെ ഞാൻ വിളിക്കുന്ന എൻ്റെ പേരിന് ഡാനീസ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് സിമിലർ ടു നോവാസ് ആർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫാദർ ഇൻ ലോയുടെ ബ്രദറിന് വാഗമണിൽ ഈ സെയിം EPS പാനൽ വെച്ച 4 വീട് അവിടെയും പണിതിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ടെക്നോളജി കൺസ്ട്രക്ഷനൊക്കെ ആൾക്കാർ മാറാൻ സമയമെടുക്കും. ബിക്കോസ് എല്ലാവർക്കും കട്ടയും കല്ലും വെച്ച് പണിതാലേ പറ്റുള്ളൂ. പക്ഷേ വി ഹാവ് ടു ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ അത് വെച്ച് ഈ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ദാറ്റ് ഇസ് ഗോട്ട് നോ ഇൻറ്റൻറ്റ് ഓഫ് ഡൂയിങ് എ ബിസിനസ് ഓർ എനിത്തിങ്. ഇപ്പോൾ AI വന്നിട്ടുണ്ടല്ലോ, AI ഈ ബിസിനസ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് AI ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഞങ്ങളുടെ ബിസിനസ്സിൽ. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എൻ്റർപ്രൈസ് പ്രോഡക്റ്റ് ആവുമ്പോൾ അതിൻ്റെ കോംപ്ലെക്സിറ്റി ക്വൈറ്റ് ഹൈ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രോഡക്റ്റ് കമ്പനിക്ക് ഒരു ബെറ്റർ പ്രോഡക്റ്റ് വന്നാൽ വരുന്ന ചാലഞ്ച്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയയുടെ ഒക്കെ പോലെ, ആ റിസ്കിനെ എങ്ങനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ലിറ്ററലി ഐ സേ വി സ്ലീപ്പ് വിത്ത് ദ കസ്റ്റമർ. So when you're sleeping with a customer, you never leave a customer. Because you understand what they want. You understand their problems. നമ്മളൊരു സാധനം വിറ്റിട്ട് ഓടിപ്പോവല്ല. You're literally in bed with them. So when you are like that, people cannot you cannot have a competition because you are always looking for the pulse of the customer. The problem എന്താണ് യു ആർ ഓൾവേസ് അറ്റ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മുടെ ആൾക്കാർ ഇംപ്ലിമെൻറ്റേഷനിലും എല്ലാം പോകുന്നത് ഇസ് നോട്ട് ഗോയിങ് ദെയർ ടു ഡു ഇസ് ജോബ് ഓഫ് ജസ്റ്റ് സെല്ലിംഗ് ദ സോഫ്റ്റ്വെയർ ആൻഡ് കോൺഫിഗർ ഇറ്റ്. ദേ ആർ ട്രൈങ് ടു അവരുടെ they are hearing the heartbeat of the customer literally. You basically customer-ന്റെ you are serving the customer. Correct. Through a product and by continuously improving the product to help solve the problem of the customer. അപ്പോൾ അതൊരു DNA ആണ്. So I keep telling our customers, ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും AI ഉപയോഗിക്കണം. നിങ്ങൾക്ക് എന്താണ് AI എന്ന് വേണ്ടെന്ന് ചോദിച്ചാൽ they don't know. Because we are sleeping with the customer, we know what we can give through AI. Because നമ്മുടെ റോൾ എന്താണ്? ടെക്നോളജിയും പ്രോബ്ലവും കൂടെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റോള്. പ്രോബ്ലം മനസ്സിലാണ്ട് ടെക്നോളജി ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ അത് കാരണം കസ്റ്റമേഴ്സ് ലിസൺ ടു വാട്ട് വി സേ. എത്ര വലിയ കമ്പനി ആണെങ്കിലും അവർ പറയും നിങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്തോ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രോബ്ലം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് സമയം എടുത്തത്. ഒരിക്കലും ഒരു കസ്റ്റമർ പറഞ്ഞാൽ ദേ ഹാവ് ഇംപ്ലിമെൻറ്റഡ് ദെയർ, ഓക്കെ, നമ്മളോട് ചോദിക്കുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണോ ചെയ്യുന്നത്. ബിക്കോസ് യു ഹാവ് സോൾവ് ദീസ് കസ്റ്റമേഴ്സ് പ്രോബ്ലം, ദേ ആർ ഓൾ വർക്കിംഗ് ഹാപ്പിലി, സോ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ്.
So how we stay ahead of competition is just that we are totally a customer focused company, and everybody in the organization is like that. But recently we did a customer meet. അപ്പോൾ അവർ പറഞ്ഞ a product is a product, but your people, their commitment to implement it, commitment to know our problems, we have never seen that anywhere. It's amazing. അപ്പോൾ അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് യുവർ റോഡ് മാപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ബിക്കോസ് ആസ് എ CEO ഐ കൻ ഡു ഇറ്റ്, ആസ് എ ഫൗണ്ടർ യു കുഡ് ബി ഡു ഇറ്റ്, ബട്ട് ഇഫ് യു കനോട്ട് ഗെറ്റ് ഇറ്റ് ഡൗൺ ടു ദ പീപ്പിൾ ഓൺ ദ ഗ്രൗണ്ട്, അവർക്കും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കി പറ്റുമെങ്കിൽ സസ്റ്റെയിൻ ചെയ്യും. സി അൾട്ടിമേറ്റ്ലി നമ്മളൊരു ബിസിനസ്, വാട്ട് ഇസ് എ ബിസിനസ്? ഫസ്റ്റ് യു ആർ സോൾവിങ് എ പ്രോബ്ലം ഫോർ എ കസ്റ്റമർ. Second is you operationalize it with people. You have people who are doing that. Third is you should be making money to pay all these people so that they are happy. And your customer should be paying enough so that it is sustainable. Either achieve your business is there forever. Simple അല്ലേ? Correct. അപ്പോൾ ഈ ആ ഒരു ഋതം റൺ ചെയ്തു വേണം. കസ്റ്റമറിന് വാല്യൂ കിട്ടിയാൽ കസ്റ്റമർ പേ ചെയ്യും, കസ്റ്റമറിന് പ്രൈസ് കിട്ടിയാൽ യുവർ എംപ്ലോയീസ് ആർ ഹാപ്പി. അതിന് വാല്യൂ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന ദിസ് തിങ് ഇസ് എ മൂവിങ് അതിങ്ങനെ നടന്നു പോയിക്കോളും. അപ്പോൾ ആ സസ്റ്റൈനബിലിറ്റി എത്തണം. സസ്റ്റൈനബിലിറ്റി എത്തണമെങ്കിൽ വാല്യൂ ഡെലിവറി ചെയ്യണം, വർക്ക് ചെയ്യുന്നവർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഈ ഒരു സർക്കിളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടു റൺ എ സക്സസ്ഫുൾ ബിസിനസ്. ഏറ്റവും കൂടുതൽ ഈ ജേണിയിൽ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പല പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്ത ട്രേറ്റ് എന്താണ്? അതും ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. സി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളൊരു ബിസിനസ്സിൻ്റെ അംബീഷൻ ഇല്ലേ, അൺലിമിറ്റഡാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഐ ക്യാൻ ബി സിറ്റിംഗ് ഇൻ US, എനിക്ക് 100 അവിടുന്ന് ബിസിനസ്. അതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വന്നപ്പോൾ പീപ്പിൾ സെഡ് യു ആർ സ്റ്റുപ്പിഡ്. ബിക്കോസ് ബാംഗ്ലൂരിന് കണ്ടമാനം ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റേഴ്സ്, അത് ഇത് അപ്പം നമുക്ക് ആ ലൈൻ ഡ്രോ ചെയ്യുക, saying that എനിക്ക് ഈ റൂട്ട് എടുത്തിട്ട് do I need lot of this, or did I make a choice on the wrong direction, or why do I come here, take care of my parents, run my business from home, a quality of life. ആ ഒരു ബാലൻസിങ് ആക്ട് ഭയങ്കര ടഫാണ്. And plus what you should realize that children may want to live in Bangalore. I wanted to come to Cochin, wife wants to be in Bangalore. ഇവരെ എല്ലാവരെയും നമ്മൾ അവരെ ഹേർട്ട് ചെയ്യാണ്ട്, but I wanted to take care of my parents, which was important for me. So it could be that was probably a selfish decision. But it was never selfish to take no parents. Allah, when you look at a family, selfish is when you're doing for yourself. Allah, for example, when as a family, you, your wife, your children is a family. If they are not at that point in time for it, but you still wanted to move, you made a move because of your interest. Ada avare convince cheya, avare though they find it was the best decision we made. It was very tough to bring them here, and then they are coming into a family, into your house where you are very comfortable, whereas they may not be as comfortable, and living together with them. അപ്പോൾ ആ സ്റ്റേജിൽ പ്ലസ് യു ഹാവ് ടു റൺ എ ബിസിനസ് ഓൾസോ, വിച്ച് ഇസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. അപ്പോൾ those were the only decisions which I had a problem. And since I was very firm about it, it happened. But it could have, if I had a wrong partner who probably did not appreciate it, it would have been a stressed relationship. Because why should I go and look after your parents in the Varnita? If that was an issue, then what would have happened? I don't want to miss out on this. There are people who travel from cities because of that problem, right? And there are people who are living in separate houses. These problems occur. But adakka stress koottamayirunnu adonnum vannilla. They all supported me. They all were supportive because they trusted me. I will end with the most important and final question. How important is for an entrepreneur to have a understanding partner? Very important, very, very important, because what happens is the partner should trust you in terms of your ability to give that partner a great life. So that is why a lot of people continue to work in a job
because you're sure about money. Certainty ഭയങ്കര high ആണ്. ഇവിടെ complete uncertainty ആണ്. You are not sure whether this will survive, how long. Risk is very high. So in today's world where both husband and wife are well educated, they can question it. So you come from a background, if your partner comes from a background where they have not seen risk, they will resist it. So that will completely shut you down. Because ultimately you have to go back to your home where you need peace. And if the partner doesn't give you that peace because of they don't trust you in what you're doing, then you're done. Peace illengi you cannot work. But I keep telling, we became the most productive organization after we moved to Cochin because where everything was taken care of. I have my father-in-law who's a doctor. So my parents were taking care of my children and my family. So you could be 100% innovative and creative because nothing stops you from singing. Ella karyangalum is taken care. I'm just like a guest in my house. I don't have to buy anything. I don't have to do anything. I just do, and I'm I have a high quality life. I play badminton with my friends every day. I've got friends who are my schoolmates who are with me here, college mates here. So when you are socially, you are phenomenally connected. And you have so much of time because you're not stressed out traveling, all these things. And then fortunately we have a fantastic airport here. If you're living in any of these big cities, it's a nightmare to travel, and most of my business was abroad. So airport was a very critical thing. It was timely that the airport got come out on time. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം സീറോ ആയി. ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. And then I had no problems by nobody pressurized me to change the way what I had decided to do. So that gave me the freedom to do what I wanted. So everything that I am able to do today and able to do is only because I've not been stopped from doing anything. And I feel that support to the family is super important for that. അപ്പോൾ അത് നമുക്ക് പീസ് ഉണ്ടെങ്കിലേ യു ബിക്കം ദ മോസ്റ്റ് ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പോൾ പീസിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ സേ. ഈവൺ ഇഫ് യു ഹാവ് അൺലിമിറ്റഡ് മണി ഓൾസോ, ബെറ്റർ യു ലുക്ക് ഫോർ പീസ്. You're not the first person to say that in this. Thank you so much. And all the best in the software business and all your other endeavors. Thank you.